2023-24 സാമ്പത്തിക വർഷത്തിൽ നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ലഭിക്കേണ്ട അർഹമായ തുക ലഭിക്കാതിരിക്കുകയും അവസാന സമയത്ത് മാത്രം ലഭിച്ചത് ചെലവഴിക്കാൻ കഴിയാത്തതുമായ ബന്ധപ്പെട്ട വിഷയം ഈ സഭ മറ്റു സമയത്ത് ചർച്ച ചെയ്തതാണെങ്കിലും അവർക്ക് ഉണ്ടായിട്ടുള്ള സാമ്പത്തിക നഷ്ടവും മറ്റു പ്രയാസങ്ങളും പരിഹരിക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കണം എന്നാണ് സർ ഞാൻ ഈ സബ്മിഷൻ മുഖേന ആവശ്യപ്പെടുന്നത്. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് 3 ഗഡുക്കളായിട്ടാണ് വികസന ഫണ്ട് നൽകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഏപ്രിൽ മാസത്തിലും ജൂലൈയിലും ജനുവരിയിലുമാണ് കൊടുക്കേണ്ടത്. സത്യത്തിൽ കഴിഞ്ഞ വർഷം കൊടുത്തത് ജൂലൈയിൽ കൊടുക്കേണ്ടത് നവംബറിലാണ് കൊടുത്തത്, ജനുവരിയിൽ കൊടുക്കേണ്ടത് മാർച്ച് അവസാനമാണ് കൊടുത്തത്. മാർച്ച് വളരെ ലേറ്റായി കൊടുത്തതുകൊണ്ട് തദ്ദേശ സ്ഥാപനങ്ങൾ തയ്യാറാക്കിയ പദ്ധതി പ്രകാരം പണി പൂർത്തീകരിച്ച് അതിൻ്റെ ബില്ല് കൊടുത്തിട്ടും ആ ബില്ല് ട്രഷറിയിൽ കടുത്ത നിയന്ത്രണം സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം വന്നതുകൊണ്ട് ഒരു ബില്ലും മാറ്റാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, എക്സ്പെൻഡിച്ചർ 70% മാത്രം ചുരുങ്ങുകയും ചെയ്തു. ബഹുമാനപ്പെട്ട തദ്ദേശ മന്ത്രി കഴിഞ്ഞ നിയമസഭയിൽ ഇത് പറഞ്ഞതാണ്. 71% മാത്രമാണ്. എൻ്റെ ചോദ്യത്തിനടക്കം ഉത്തരം നൽകിയ 71% മാത്രമാണ് എക്സ്പെൻഡിച്ചർ ആക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, മെയിൻ്റനൻസ് ഗ്രാൻഡ് 9 ഗഡുക്കളായിട്ട് കൊടുക്കുന്നത് ഈ കഴിഞ്ഞ വർഷം അതിൻ്റെ 3-ാം ഗഡു തന്നെ അവസാന സമയത്താണ് കൊടുത്തിട്ടുള്ളത്. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് തന്നെ മെയിൻ്റനൻസ് ഗ്രാൻഡ്, നമുക്ക് ഈ മെയിൻ്റനൻസ് ഗ്രാൻഡിനെ കുറിച്ച് പറയുമ്പോൾ സർ മനസ്സിലാക്കേണ്ടത്, JJMൻ്റെ വർക്ക് നടക്കുന്നിടത്ത് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളുടെയും റോഡാകെ നാശമായി കിടക്കുകയാണ്. ഈ റോഡ് നന്നാക്കണമെങ്കിൽ റോഡിൻ്റെ മെയിൻ്റനൻസ് ഫണ്ട് കൊടുക്കേണ്ടതുണ്ട്. നോൺ റോഡ് മെയിൻ്റനൻസ് വേറെയുണ്ട്. അപ്പോൾ ഇത് കൊടുക്കാതിരിക്കുകയും വെട്ടിക്കുറക്കുകയും അത് ചുരുക്കുകയും ചെയ്തു. മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ അവസ്ഥ പറഞ്ഞാൽ 2021-22 മലപ്പുറം ജില്ലാ പഞ്ചായത്തിന് റോഡ് മെയിൻ്റനൻസിന് 33 കോടി രൂപയാണ് അനുവദിച്ചത്. എന്നാൽ 22-23 ആകുമ്പോൾ 16 കോടി രൂപയായി ചുരുങ്ങി. അത് 23-24 ആയപ്പോഴേക്ക് 3 കോടി രൂപ മാത്രമാണ് കൊടുത്തത്. 33 കോടിയിൽ നിന്ന് 3 വർഷം കൊണ്ട് 3 കോടിയിലേക്ക് ചുരുക്കുന്നു. ജില്ലയിലെ മലപ്പുറത്തെ ഒരു ഉദാഹരണം ഞാൻ പറയുകയാണ്. അത് എല്ലായിടത്തും തന്നെ ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഈ റോഡുകളൊന്നും നന്നാക്കാൻ കഴിയാതെ 2018 പ്രളയം വന്നതാണ്, 2019 പ്രളയം വന്നതാണ്. ഈ പ്രളയം മുഖേനയും പിന്നീട് JJ മിഷൻ്റെയും വർക്ക് മുഖേന നാശമായിട്ടുള്ള ഒരു റോഡുകൾ പോലും ഇപ്പം നന്നാക്കാൻ കഴിയാതെ, അവരുടെ അസറ്റിലുള്ള റോഡുകൾ നന്നാക്കാൻ കഴിയാത്ത പ്രയാസത്തിലാണ് തദ്ദേശ സ്ഥാപനങ്ങളൊക്കെ തന്നെ. അതോടൊപ്പം തന്നെ ഈ ട്രഷറിയിൽ നമുക്കെല്ലാവർക്കും അറിയാം, ട്രഷറിയിലെ ഉദ്യോഗസ്ഥന്മാർ ഇതെല്ലാം കൊടുത്തിട്ടും സർക്കാരിൻ്റെ ഡയറക്ഷൻ പ്രകാരം ഒരു ബില്ല് മാറ്റി കൊടുത്തിട്ടില്ല. ഇതുമൂലം പഞ്ചായത്തുകൾക്ക് നമുക്കെല്ലാവർക്കും അറിയാം, തദ്ദേശ സ്ഥാപനങ്ങൾ പദ്ധതി തയ്യാറാക്കുന്നത് ഗ്രാമസഭകളിൽ നിന്നും അതുപോലെ തന്നെ പഞ്ചായത്തിലെ വികസന സെമിനാറും ഒക്കെ തയ്യാറാക്കിയ പദ്ധതി അവരുടെ കാരണം കൊണ്ടല്ല ചെലവഴിക്കാൻ കഴിയാതെ അവരെല്ലാം പൂർത്തിയാക്കി കൊടുത്തിട്ടുണ്ട്. ട്രഷറി നിയന്ത്രണം കാരണം ചെലവഴിക്കാൻ കഴിയാത്തത് കാരണം ഈ 2024-25 വർഷത്തേക്ക് ഈ വർക്കുകൾ ക്യാരി ഓവർ ചെയ്യുക മാത്രമാണ് ചെയ്തത്. ഫണ്ട് ക്യാരി ഓവർ കൂടി ചെയ്തുകൊണ്ട് അത് സ്പിൽ ഓവർ ആക്കി മാറ്റിക്കൊണ്ട് അത് മുഴുവൻ 2024-25 സാമ്പത്തിക വർഷം അവർക്ക് അനുവദിച്ചു കൊടുക്കണമെന്നാണ് സർ ഞാൻ എൻ്റെ ഈ സബ്മിഷൻ മുഖേന അവതരിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ അടുത്ത വർഷം തന്നെയെങ്കിലും അവസാന ഗഡു ഈ ജനുവരിയിൽ തന്നെയും കൊടുക്കാനുള്ള ഒരു നടപടി കൂടി ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി. സർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് 2023-24 സാമ്പത്തിക വർഷം വികസന ഫണ്ട് ഇനത്തിൽ 5552 കോടി രൂപയും സംരക്ഷണ ഫണ്ടിനത്തിൽ 3647 കോടി രൂപയും പൊതു ആവശ്യ ഫണ്ടിനത്തിൽ 2244 കോടി രൂപയുമാണ് ബജറ്റിൽ വകയിരുത്തിയിരുന്നത്. ഇതിൽ വികസന ഫണ്ട് 3 ഗഡുക്കളിലായി 2023 ഏപ്രിൽ ജൂലൈ, 2024 മാർച്ച് എന്നീ മാസങ്ങളിലും, സംരക്ഷണ ഫണ്ട് 3 ഗഡുക്കളിലായി 2023 മാർച്ച്, നവംബർ, 2024 മാർച്ച് എന്നീ മാസങ്ങളിലും അനുവദിച്ചിട്ടുണ്ട്. പൊതു ആവശ്യ ഫണ്ടിന്റെ ആദ്യ 9 ഗഡുക്കൾ അതത് മാസങ്ങളിലും അവസാന 3 ഗഡുക്കൾ 2024 മാർച്ച് മാസവും അനുവദിച്ചിട്ടുണ്ട്. ബഹുമാന്യനായ അംഗം പറഞ്ഞതുപോലെ 2023-24 വർഷത്തെ തദ്ദേശ സ്ഥാപനങ്ങളുടെ ആകെ പദ്ധതി ചെലവ് 71.46%. കേന്ദ്ര നികുതി വിഹിതം, വായ്പാ പരിധി എന്നിവയിൽ ഉണ്ടായ ഗണ്യമായ കുറവ് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയിൽ ഉണ്ടാക്കിയ പ്രയാസങ്ങൾ മൂലം വികസന ഫണ്ടിന്റെയും സംരക്ഷണ ഫണ്ടിന്റെയും അവസാന ഗഡുക്കളും പൊതു ആവശ്യ ഫണ്ടിന്റെ അവസാന 3 ഗഡുക്കളും 2024 മാർച്ച് മാസത്തിലാണ് അനുവദിക്കാൻ സാധിച്ചിട്ടുള്ളത്. സാമ്പത്തിക വർഷത്തിന്റെ അവസാനം തുക ലഭ്യമായതും ട്രഷറിയിൽ ഏർപ്പെടുത്തേണ്ടി വന്ന സ്വാഭാവിക നിയന്ത്രണങ്ങൾ മൂലവും സാമ്പത്തിക വർഷാവസാനം ട്രഷറിയിൽ സമർപ്പിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ബില്ലുകളെല്ലാം മാറിയിട്ടില്ലെന്ന വിവരം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. 31/3/2024 കണക്കുകൾ പ്രകാരം മാറി നൽകുവാൻ സാധിക്കാത്ത 1015 കോടി രൂപയുടെ ബില്ലുകൾ ട്രഷറി ക്യൂവിലേക്ക് മാറ്റിയിരുന്നു. നിലവിൽ 20% ക്യാരി ഓവർ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുവദിച്ചു വരുന്നുണ്ട്. എന്നാൽ
2023-24 സാമ്പത്തിക വർഷത്തെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് 2023-24 സാമ്പത്തിക വർഷം ട്രഷറി ക്യൂബിലായ തുക അഥവാ 20% ക്യാരി ഓവർ ഇതിലേതാണോ അധികമായത് അത് 2024-25 സാമ്പത്തിക വർഷം ക്യാരി ഓവറായി അനുവദിക്കുന്നത് സർക്കാർ പരിശോധിച്ചു വരികയാണ്. 9/4/2024 സർക്കാർ ഉത്തരവ് പ്രകാരം 2024-25 സാമ്പത്തിക വർഷം വികസന ഫണ്ടിന്റെ ആദ്യ ഗഡു ഇനത്തിൽ 1904 കോടി രൂപയും 15/4/2024 സർക്കാർ ഉത്തരവ് ധനവകുപ്പിന്റെ ഉത്തരവുകളാണ് പ്രകാരം സംരക്ഷണ ഫണ്ടിന്റെ ആദ്യ ഗഡുവായി 1377 കോടി രൂപയും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഇതിനോടകം അനുവദിച്ചിട്ടുണ്ട്. വർഷാവസാനം ഏർപ്പെടുത്തേണ്ടി വന്ന നിയന്ത്രണങ്ങൾ മൂലം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വന്ന പ്രയാസങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള നടപടികളാണ് സർക്കാർ പരിശോധിച്ചു വരുന്നത്.